തെരഞ്ഞെടുപ്പിലാണെന്ന് മെസ്സേജ് കൊടുക്കാൻ പാടില്ല. പാണക്കാട് തങ്ങന്മാർ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു പോവുകയാണ്. ഹിന്ദുവിനെ, മുസൽമാനെ, ക്രിസ്ത്യാനിയെ. സ്വാദിഖലി ശിഹാബ് തങ്ങൾ ഒരു സൗഹൃദ ജാഥ നടത്തി. കൊളത്തൂരിലെത്തിയപ്പോ ഒരു ക്രിസ്തീയ പാതിരി പറഞ്ഞു, ഞങ്ങൾ ജാക്കോബിറ്റിന്റെ ആളുകൾ സുരിയാനിയെ കണ്ടാ മുണ്ടൂല, സുരിയാനിയുടെ ആളുകൾ കാത്തോലിക്കരെ കണ്ടാ മുണ്ടൂല. ഞങ്ങൾക്ക് മിണ്ടാനുള്ള അവസരം ഉണ്ടാക്കി തന്ന ഈ തങ്ങളെ ഞങ്ങൾ മറക്കൂല. എല്ലാവർക്കും അവസരം ഉണ്ടാക്കി കൊടുത്തു തങ്ങൾ. അത് ക്രിസ്തീയ സഭകളാണ്. നമ്മളോ സുന്നി, മുജാഹിദ്, ജമാഅത്ത്, അഹ്ലെ ഹദീസ്, അഹ്ലെ ഖുർആൻ, തബ്ലീഗ്, ദക്ഷിണ കേരള, സമസ്ത എല്ലാം ഉണ്ടാവും. പാണക്കാട്ടെ തങ്ങള് വിളിച്ചാ എല്ലാരും വരണല്ലോ. പാണക്കാട്ടെ തങ്ങളെ എല്ലാരും വിളിക്കണം. ഇല്ലെങ്കിൽ അത് തെറ്റായ മെസ്സേജാണ്. തെറ്റായ മെസ്സേജുകൾ പോയാൽ അപകടകരമായ അവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ പോവുക. അതൊരു ചെറിയ വിഷയമല്ല. കാരണം നമ്മുടെ നാട്ടിലെ പ്രതിസന്ധികളിലൊക്കെ ഇപ്പൊ കണ്ട മുനമ്പം ഇവിടെ തീപ്പെട്ടി എന്ന് എഴുതി വെച്ചിടത്ത് നിന്ന് തീപ്പൊരി പാറും. കത്തിക്കണ്ട, തീപ്പെട്ടി എന്ന് എഴുതി വെച്ചാൽ അവിടുന്ന് തീപ്പൊരി പാറും. അതാ മുനമ്പം വിഷയം. അവിടെയാ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് 10 മിനിറ്റ് കൊണ്ട് നമ്മൾ റെഡിയാക്കിക്കോളാം. ഈ അങ്ങാടിയില്, ചെലവൂർ അങ്ങാടിയിൽ ഒരാൾ പറയാണ്, മഞ്ഞപ്പിത്തത്തിനുണ്ട് കൊടൈക്കനാലിൽ ഒരു പച്ചമരുന്ന്. എന്താ നമ്മള് കിട്ടിയ വണ്ടിക്ക് പോയിട്ട് വാങ്ങിക്കൊണ്ടിരും. കാരണം ഈ ഒറ്റമൂലിയെ കുറിച്ച് കേട്ടാൽ ഓടാത്തവരുണ്ടാവില്ല. ക്യാൻസർ ഗുളികയും മരുന്നില്ലാതെ എന്തോ ഒരു മരുന്ന് കൊടുത്താൽ പിറ്റേ ദിവസം മാറുന്നതുണ്ടല്ലോ എന്ന് കേട്ടാൽ ഓടിച്ചെല്ലും. പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പ മുനമ്പം ക്യാൻസർ മാറ്റാൻ ഒരു പച്ചമരുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടപ്പോ ഏതാണ് ആ കുപ്പി എന്ന് ചോദിക്കാൻ അധികാരപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ അധികാര സോപാനത്തിലിരിക്കുന്നവരോ ഒന്ന് ചോദിച്ചൂടെ? ആരും ചോദിക്കുന്നില്ല. കാത്തോലിക്ക ബാവ പറയുന്നു, നിങ്ങളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട്. കാത്തോലിക്ക ബാവ. അപ്പൊ നമ്മളെ കൂട്ടത്തിലെ ബാവ തെറ്റാൻ പാടില്ല. നമ്മളെ ഭാവിയും ശരിയാണ്, എല്ലാ ഭാവിയും. ഞാൻ ആരും ഉദ്ദേശിച്ചിട്ടില്ല. ഇന്ന ഈ കുട്ടികള്, എന്റെ മക്കൾ എന്നെ വിളിക്കുക ബാവാനാണ്. അങ്ങനെ ഓരോ പേരിലും ഓരോ ഭാവം ഉണ്ടാവും. അങ്ങനെ ഓരോരുത്തരും ഒത്തൊരുമിച്ച് നിന്നാൽ അൽഹംദുലില്ലാഹ് അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കും. ഒരുമിക്കേണ്ട കാലം. അവിടെ തെറ്റായ മെസ്സേജുകൾ നൽകാൻ പാടില്ല. അങ്ങനെ തെറ്റായ മെസ്സേജുകൾ ഉണ്ടായാൽ എന്താ? ശരീഅത്ത് നമ്മൾ അങ്ങനെ നേടിയെടുത്തതാ, വഖഫ് നമ്മൾ അങ്ങനെ നേടുന്നതാ. അതുപോലെയാണ് ഓരോ വിഷയവും. ഏക സിവിൽ കോഡ് വരാൻ പോകുന്നു. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാകാൻ പോകുന്നത്? ക്രിസ്തീയ സഭകൾ പറയുന്നു, അബ്ദുസ്സമദ് സമദാനി കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിന് മുന്നിൽ വരണം, പ്രസംഗിക്കണം. ഹൈന്ദവർക്ക് നിർബന്ധം. ക്രിസ്തീയ സഭകൾ പാണക്കാട്ടെ തങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു, നിർബന്ധം. അതിന്റെ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ? അതൊരു തെറ്റായ മെസ്സേജാണ്. അങ്ങനെ എല്ലാം കൂടുമ്പോ അതിനൊരു ടേസ്റ്റ് വേറെ. ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കാൻ ഒരാൾ ലിസ്റ്റ് ചോദിച്ചു, എന്തൊക്കെയാണ് ബിരിയാണിയിൽ ഇടേണ്ടത്? പണ്ടാരി എഴുതി കൊടുത്തു. അണ്ടി, മുന്തിരി, ചപ്പ്, പുതിന, RKG, ഡാൽഡ എല്ലാം കൊടുത്തു. അങ്ങനെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ലിസ്റ്റാക്കി അങ്ങനെ ചെമ്പിലിട്ടു. ചട്ടകം കൊണ്ട് നന്നായി ഇളക്കി വെന്തു. മക്കളെ വെന്തിട്ട് നേരെ തളികയിലേക്ക് കൊട്ടി. ഒരു വറ്റില്ല. അപ്പൊ ആരോ ചോദിച്ചു, ഇതെന്താ അരിയില്ലാതെ? ആരായി ലിസ്റ്റ് ഉണ്ടാക്കിയത്? പോയി ചോദിച്ചു. ലിസ്റ്റ് ഉണ്ടാക്കിയവൻ പറഞ്ഞു, എന്നോട് വന്ന് ചോദിച്ചത് ബിരിയാണിക്ക് എന്തൊക്കെ വേണം? അണ്ടി, മുന്തിരി, ചപ്പ്, പുതിന, പച്ചമുളക്, ഇഞ്ചി, RKG, ഡാൽഡ എഴുതി കൊടുത്തുക്കണല്ലോ. അരിയില്ലല്ലോ. അരി പറയാണ്ടോ? അരി വേണമെന്നുള്ളത് ഏതൊരു പൊട്ടനും. പാണക്കാട്ടെ തങ്ങള് അതൊരു അരിയല്ല, അതില്ലാതെ എന്ത് കൂട്ടായ്മ? അവിടെയാ വിഷയം. വേണം. അതുകൊണ്ട് വരുമ്പോഴാണ് അതിന്റെ ഒരു ക്വാളിറ്റി, അതിന്റെ ഒരു ക്വാണ്ടിറ്റി, അതിന്റെ ഒരു ക്ലാരിറ്റി ഒക്കെ കിട്ടുക. അതിന്റെ അപ്പുറത്തേക്കായാൽ അതൊരു തെറ്റായ മെസ്സേജാണ്. കാരണം ക്രിസ്തീയ സഭകൾ ഈ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട്.
അമ്പലത്തിൽ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷേത്രമുറ്റത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഹിന്ദു മുസ്ലിം തർക്കങ്ങൾ ഉള്ളിടത്ത് കൊണ്ടുപോകുന്നുണ്ട്. എവിടെയാണോ അങ്ങാടിപ്പുറം തളി ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ കത്തിയപ്പോ ഓടിച്ചെന്ന് ശിഹാബ് തങ്ങൾ, കോഴിക്കോട് നടുവട്ടത്ത് കലാപമുണ്ടായപ്പോ പോലീസുകാർ മൈക്ക് കെട്ടിയ പോലീസ് വാഹനത്തിൽ കയറ്റി നിർത്തിയ വന്യരായ ബാഫഖി തങ്ങൾ ആളുകളോട് പിരിഞ്ഞു പോകാൻ പറയാൻ മൈക്ക് കെട്ടിയ പോലീസ് ജീപ്പിൽ ഇന്ന് പരിശുദ്ധമായ ജന്നത്തുൽ മഹല്ലായിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എന്റെ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ, അല്ലാഹു ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ആളുകളെ കൂട്ടിയോജിപ്പിക്കുക. തങ്ങൾ പറഞ്ഞു പിരിഞ്ഞു പോകാൻ. പോലീസുകാരുടെ പണിയാണ് പോലീസ് ജീപ്പിൽ കയറി ഒടിപ്പിച്ചത്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആ ആളെ അസാന്നിധ്യമാകാൻ പാടില്ല. വളരെ കരുതലോടുകൂടി നീങ്ങേണ്ടുന്ന കാലാണ്, വളരെ ശ്രദ്ധയോടുകൂടി നീങ്ങേണ്ടുന്ന കാലാണ്. ചാവക്കാട് മണത്തലയിലെ പള്ളിക്ക് മുമ്പിലെ വിഷയം പരിഹരിച്ച ശേഷം അവിടെ വന്യരായ ബാഫഖി തങ്ങൾക്ക് മുൻകൈ കഴുകാൻ, മുഖം കഴുകാൻ, വുളു ചെയ്യാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരു സഹോദര സമുദായക്കാരനാണ്. അവരൊക്കെ കണ്ടത് ആ കോലത്തിലാണ്, അവരൊക്കെ നിന്നത് ആ രീതിയിലാണ്. ഈ ഉലമാ ഉമറ ബന്ധം അതൊരിക്കലും തന്നെ ശിഥിലമാകാൻ പാടില്ല. യാ വദൂദ് യാ വദൂദ് യാ ദൽ അർശിൽ മജീദ് എന്ന് പറഞ്ഞ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള മഹാരഥന്മാർ മുസ്ലിം ലീഗിന്റെ വേദിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഖാലിക്കായ റബ്ബേ യാമം വരെ ഈ പ്രസ്ഥാനത്തിനൊരു പോറലുമേൽക്കാതെ കാത്തു സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചത് ഇതിന്റെ നിലനിൽപ്പ് എല്ലാവർക്കും അനിവാര്യമായതുകൊണ്ടാണ്. നമ്മളെല്ലാം ശ്രദ്ധിക്കുകയാണ്. വയനാട് ദുരന്തത്തിൽ പ്രധാനമന്ത്രിയുടെ വാക്ക് ഇന്ന് വരെ ലെവലായിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്ന് വരെ പ്രാവർത്തികമായിട്ടില്ല. വ്യാപാരി വ്യവസായികൾ പറയാണ്, ഞങ്ങള് കടങ്ങ് തുറന്നു കഴിഞ്ഞാൽ വരും പാർട്ടിക്കാര് പിരിവിന്. കച്ചവടം എന്തോ നടന്നെന്ന് ആരും ചോദ്യമില്ല. പിരിവോ പിരിവ്. പക്ഷേ ഞങ്ങളെടുത്തുനിന്ന് ലീഗരധികം പൈസ ഒന്നും വാങ്ങിയിട്ടില്ല. പക്ഷെ ഞങ്ങൾക്കൊരു ദുരന്തം വന്നപ്പോ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയത് പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും ലീഗുമാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറയാം. ആരാ നോക്കാത്തത്? അങ്ങനെ വേണ്ടത്. ആരും ശ്രദ്ധിക്കാത്തവരെ ശ്രദ്ധിക്കുക. സ്ഥലമെടുത്തു, വീടുണ്ടാക്കുന്നു, വാഹനം നഷ്ടപ്പെട്ടവന് വാഹനം. നിങ്ങൾ ആലോചിക്കണം, എല്ലാം നോക്കുക. മുഖ്യമന്ത്രി വന്നിരുന്നു, നോക്കാം, ചെയ്യാം. പ്രധാനമന്ത്രി വന്നിരുന്നു, നല്ല ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. പണ്ടൊരു കല്യാണത്തിന് മണവാട്ടിയുടെ അച്ഛനോട് മണവാളന്റെ അച്ഛൻ ചോദിച്ചു, എന്തൊക്കെ പെണ്ണിന് ആഭരണങ്ങളായി നൽകാൻ ഉദ്ദേശിച്ചത്? 5 പവന്റെ വലിയൊരു ചെയിൻ,